മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാരോട് ഉപദേശിക്കുന്ന വസിയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സൂമൂ യൗമൻ ശദീദൻ ഹർറുഹു ലിഹർരി യൗമിൻ നുശൂർ. സഹാബ സുഹൃത്തുക്കളെ, നിങ്ങൾ നോമ്പ് നോൽക്കണം. ചൂടുള്ള ദിവസത്തിൽ നിങ്ങൾ നോമ്പ് നോറ്റാൽ നാളെ പരലോകത്ത് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ചൂടിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാലോ. രാത്രിയുടെ ഇരുട്ടിൽ ഒരു 2 റക്അത്ത് എഴുന്നേറ്റ് നമസ്കരിച്ചാൽ ഖബറിൽ കിടക്കേണ്ടുന്ന ഇരുട്ടിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമല്ലോ. ഇവിടുത്തെ ചൂട് നാളത്തെ ചൂടിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ വസിയത്താണ്. സഹോദരങ്ങളെ, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹിജ്റ 9-ാം വർഷത്തിൽ ശക്തമായ ചൂടിൽ തബൂക്കിലേക്ക് മദീനയിൽ നിന്ന് 300 കിലോമീറ്റർ അപ്പുറത്തേക്ക് ചൂട് സഹിച്ച് യുദ്ധത്തിന് പോകേണ്ട ഘട്ടം വന്നു. അന്ന് മുനാഫിഖീങ്ങളായ ആളുകൾ പറഞ്ഞു, ഭയങ്കര ചൂടാണ്, നമുക്കിത് പോകാൻ കഴിയില്ല, ആരും പോവണ്ട. ലാ തൻഫിറൂ ഫിൽ ഹർ, ഈ ചൂടിൽ നിങ്ങൾ ആരും പോകണ്ട എന്ന് മുനാഫിഖീങ്ങൾ പറഞ്ഞു. നബിയെ, നിങ്ങൾ അവരോട് പറയൂ, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ. നബിയെ പറഞ്ഞു കൊടുക്ക്, നരകത്തിന്റെ ചൂട് ഇതിനേക്കാൾ ഏറ്റവും ശക്തമായതാണ്. ലൗ കാനൂ യഫ്ഖഹൂന, അവരൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. ഇതൊന്നല്ല ചൂട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ചൂട് നരകത്തിന്റെ ചൂടിനേക്കാൾ 69 ഇരട്ടിയുള്ള ചൂട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതിന്റെ 1% നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളൂ. നരകത്തിന്റെ ചൂട് ഇവിടുത്തെ ചൂടിനേക്കാൾ 69 ഇരട്ടി അധികമാണ് വരാനിരിക്കുന്നത്. ആ ഓർമ്മയിൽ, ആ ചിന്തയിലായിരിക്കണം ഈ ഒരു ചൂടുകാലത്തും നമ്മൾ ആലോചിക്കേണ്ട വിഷയം അതായിരിക്കണം. മഴ കുറവാണ്, ശരിയാണ്. മഴയില്ലാത്ത പ്രദേശങ്ങളുണ്ട്, മഴ അധികരിച്ച പ്രദേശങ്ങളുണ്ട്. മഴ കുറഞ്ഞ പ്രദേശക്കാരൻ എന്താ ചെയ്യേണ്ടത്? മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ നാഫിഅ ഗൈറ ളാരിൻ ആജിലൻ ഗൈറ ആജിൽ. ഹദീസിൽ വന്ന പ്രയോഗമാണ്. ഞങ്ങൾക്ക് ഉപകരിക്കുന്ന, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നല്ല നാഫിയായ മഴയെ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരയണമേ എന്ന പ്രാർത്ഥനകൾ ഉണ്ടാവണം. ചൂടുകാലത്ത് ആരോഗ്യ വകുപ്പും സർക്കാരും നൽകുന്ന ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, അതൊക്കെ പാലിക്കാൻ ശ്രദ്ധിക്കണം. കിണറുകളിൽ വെള്ളം ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളമുള്ള കിണറുകളുള്ള മനുഷ്യരെ അത് മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കാൻ, പങ്കുവെക്കാൻ നമ്മൾ സന്നദ്ധരാവണം. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു കിണർ കുഴിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ സ്വദഖത്തുൻ ജാരിയയായി നാം മരിച്ചാലും കൂലി കിട്ടുന്ന ഒരു വലിയ ഉപകാരമുള്ള അവസ്ഥ, അതിനും നാം ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന ഒരുപാട് ജീവജാലുക്കളുണ്ട്, മിണ്ടാൻ കഴിയാത്തവരാണ്, അവർ വെള്ളം ചോദിച്ചു വരാത്തവരാണ്. അവർക്ക് ദാഹജലം ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മളും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ജനങ്ങൾക്ക് പ്രയാസമാകുന്ന വിധത്തിൽ ആർക്കെങ്കിലും വിയർപ്പിന്റെ പ്രയാസങ്ങളുണ്ടെങ്കിൽ അവർ നന്നായി കുളിക്കുന്ന നല്ലതായിരിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ചൂടുകാലായതുകൊണ്ട് ദുർഗന്ധം പേറി നടക്കണമെന്നൊന്നുമില്ല. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒരാൾക്ക് നന്നായി വിയർത്തുകൊണ്ട് ദുർഗന്ധം വരുന്ന അവസ്ഥയുണ്ടെങ്കിൽ അയാൾ ഇടക്കിടക്ക് കുളിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്നാലും ജനങ്ങൾക്ക് അയാളെ കൊണ്ടൊരു പ്രയാസം ഉണ്ടാവരുത്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയും, വയജിബുൽ ഗുസ്ല ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസം ചില ആളുകൾ കുളിക്കൽ നിർബന്ധമാണ്. എന്തുകൊണ്ടാ? മല്ലഹു ഇറക്കുൻ, അവന് നല്ല വിയർപ്പുണ്ട്. ഔ റീഹുൻ, അല്ലെങ്കിൽ അവന്റെ ശരീരത്തിൽ വിയർത്തുകൊണ്ട് ദുർഗന്ധം വരുന്നുണ്ട്. യതഅദ്ദാ ബിഹി ഗൈറുഹു, മറ്റുള്ള ആളുകൾക്ക് പ്രയാസമാകുന്നുവെങ്കിൽ അയാൾ കുളിക്കൽ നിർബന്ധമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മന്നക്കല സൂമാർ, പള്ളിയിൽ വരുന്ന സമയത്ത് ആരെങ്കിലും വെളുത്തുള്ളി തിന്നാൽ, ശ്രദ്ധിച്ചു നോക്കി, അള്ളാഹ് അനുവദിച്ച സാധനമാണ് വെളുത്തുള്ളി. ആരെങ്കിലും വെളുത്തുള്ളി തിന്നാൽ, വൽ ബസല, വലിയ ഉള്ളി തിന്നാൽ, വൽ ഖുറാസ, അറബികൾ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഖുറാസ്, അതൊക്കെ ഒരു തരം ഒരു ഗന്ധമുള്ളതാണ്. അതൊക്കെ തിന്നാൽ ഫലാ യഖ്റബന്ന മുസല്ലാന, അവർ നമ്മുടെ പള്ളിയെ സമീപിക്കരുത്. അത് തിന്നുകൊണ്ട് പള്ളിക്ക് വരരുത്, വൃത്തിയാക്കിയിട്ട് വരണം. എന്തേ? അതിനൊരു മണമുണ്ട്, ദുർഗന്ധമുണ്ട്, ഉള്ളി, വലിയ ഉള്ളിക്ക്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മാത്രമല്ല, ഫഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം,
ആദമിന്റെ സന്താനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നതിനേക്കാൾ അവിടെയുള്ള മലക്കുകൾക്ക് വരെ അതിന്റെ ദുർഗന്ധം പ്രയാസമുണ്ടാക്കും. അപ്പോ സിഗരറ്റ് വലിച്ചു വരുന്നവന്റെ ദുർഗന്ധം എന്തായിരിക്കും? അനുവദിക്കപ്പെട്ട വെളുത്തുള്ളിയും വെല്ലുള്ളിയും നിന്നിട്ട് വരരുത് എന്ന് പറഞ്ഞാൽ പള്ളിന്റെ സ്റ്റെപ്പ് കയറുമ്പോൾ അവസാനം കാലിന്റെ അടിയിലിട്ട് ചവിട്ടി അരച്ചിട്ട് സിഗരറ്റും വലിച്ച് കയറി വരുന്നവന്റെ മതനിയമത്തിന്റെ വിധി എന്താണെന്ന് വായിച്ചു നോക്കിയാൽ മതി. സഹോദരങ്ങളെ, വെള്ളം ശക്തമായ കുറവുള്ള സമയമാണ്. ഒതു ഉണ്ടാക്കുമ്പോൾ പോലും അമിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഒരു ഒതു കൊണ്ട് എത്ര നമസ്കരിക്കാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കുക. ഒതുവിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും അമിതമാക്കരുത് എന്ന നബിന്റെ കൽപ്പന പാലിക്കുക. ചൂട് കാരണം ചൂടിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇബാദത്തുകളിൽ നിന്ന് മാറി നിൽക്കരുത്. ചൂടിനെ ഒരിക്കലും നമ്മൾ ശപിച്ചു കൊണ്ടിരിക്കാൻ പാടില്ല. ചൂടിനെ ഒരു ശപിക്കുന്ന പ്രയോഗം നമ്മുടെ അടുക്കൽ നിന്ന് വരാൻ പാടില്ല. ഇത്തരം സംഭവങ്ങളൊക്കെ ഹദീസുകളിൽ വന്ന പ്രയോഗങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അതോടൊപ്പം സഹോദരങ്ങൾ,